ഒരു മനുഷ്യൻ അവന് ലൈംഗിക ശേഷി എത്തിയാൽ അവൻ വേഗം വിവാഹം ചെയ്യാണ് വേണ്ടത്. അതിന് മുതിർന്നവരാണ് മുൻകൈ എടുക്കേണ്ടത്. ആൺകുട്ടികളെ വേഗം വിവാഹം കഴിച്ചേക്കാൻ. പെൺകുട്ടികളെ പൊതുവെ വിവാഹത്തിന് വേഗം വിവാഹം കഴിച്ചേക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യം. പക്ഷേ ആൺകുട്ടികളുടെ കാര്യം നമ്മുടെ ഉമ്മത്തിൽ പല ആളുകളും അവരുടെ കാര്യത്തിൽ ഇഹ്മാലാണ് കാണിക്കുന്നത്. അവരുടെ കാര്യത്തിൽ അലംഭാവമാണ് കാണിക്കുക. നമുക്കറിയാം, കുട്ടികൾക്ക് അധികവും നല്ല ജോലിയൊന്നും ചിലപ്പോൾ വേഗം കിട്ടണമെന്നില്ല. നമ്മളെ നാട്ടുകാരെ കണക്കിൽ ഓന് ഒരു 15,000 കടന്ന ശമ്പളം കിട്ടിയാലേ ഓന് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇന്നത്തെ കാലത്തുള്ള കണക്കാണ് എൻ്റെ തോന്നലിന് ഞാൻ പറഞ്ഞതാണ്. വളരെ തെറ്റായ രീതിയാണ്. ഒരിക്കലും പാടില്ല. ദുനിയാവിന് വേണ്ടി നമ്മൾ അവരുടെ ദീൻ കൊണ്ടാണ് കളിക്കുന്നത്. ദീൻ നഷ്ടപ്പെട്ടു പോകും, ആളുകൾ മോശമായി പോകും. ഒരിക്കലും പാടില്ല. വേഗം വേഗം വിവാഹം കഴിക്കാൻ ആൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. വളരെ വേഗം, എത്രയും വേഗം അവർ വിവാഹം കഴിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, ചെറുപ്പക്കാരെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കാണോ ബാഅത്ത് സാധിച്ചിട്ടുള്ളത് അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. എന്താണ് ഈ ബാഅത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ശരിയായ വ്യാഖ്യാനം അത് ശാരീരിക ശേഷി എന്നാണ്. ശാരീരികമായി ഒരുവന് ലൈംഗിക ശേഷി എത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവന് പ്രായപൂർത്തിയായി, വേഗം വിവാഹം കഴിക്കാൻ. ഫഇന്നഹു അഗദ്ദു ലിൽബസർ, അതാണ് കണ്ണുകൾ താഴ്ത്താൻ നല്ലത്, കണ്ണുകൾ താഴ്ത്താൻ സഹായിക്കുന്നത്. വഅഹ്സനു ലിൽഫർജ്, ഉഹ്യാവയവം സൂക്ഷിക്കാൻ സഹായിക്കുന്നത്. കാരണം സിന, വ്യഭിചാരം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വിവരമുള്ളവർ പറയുന്നത് തലകൾ, ശിരസുകൾ കുനിപ്പിക്കുന്ന കാര്യം എന്നാണ്. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന, തല താഴ്ന്നു പോകുന്ന ആളുകളുടെ തല താഴ്ന്നു പോകും. അതുപോലെ നസബ്, അത് നശിക്കും. അവർ പാരമ്പര്യം, യഥാർത്ഥത്തിൽ ഇന്നാളുടെ മകൻ എന്ന കുടുംബം, ഇങ്ങനെ നസബ് നശിക്കും. ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണത്. അത് നശിക്കും. ആളുകളുടെ ദീൻ നശിക്കും, കുടുംബം നശിക്കും, അഭിമാനം നശിക്കും. അങ്ങനെയുള്ള കാര്യം ഒരു സമൂഹത്തെ ഒന്നാകെ ഫസാദാക്കുന്ന കാര്യമാണ് സിന എന്നത്. നമുക്കറിയാം, ഇതിനൊന്നും യാതൊരു ബെല്ലും ബ്രോയ്ക്കും ഇല്ലാത്ത നാടുകൾ, യൂറോപ്യൻ നാടുകൾ പോലെയുള്ള അവിടുത്തെ അവസ്ഥ എന്താണ്, അവിടുത്തെ കുടുംബ വ്യവസ്ഥ എന്താണ്, എല്ലാവർക്കും അറിയാം. ഫിത്രത്തുള്ള ഏതൊരു മനുഷ്യനും, ശുദ്ധ പ്രകൃതിയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ഒരു മനസ്സാലെ വെറുക്കുന്ന കാര്യമാണത്, വ്യഭിചാരം. കാരണം അതുകൊണ്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. വിവാഹം അള്ളാഹുവിന്റെ കൗനിയായ ശറഈയായ സുന്നത്താണ്. ശറഈയായത് മാത്രമല്ല, കൗനിയായ സുന്നത്തും കൂടിയാണ്. പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെയുള്ള ദമ്പതികളെ മുസ്ലിങ്ങൾ ദമ്പതികളായിട്ടാണ് കണക്കൂട്ടുന്നത്. അവരുടെ വിവാഹം, അതിനുശേഷം അവർ ചെയ്യുന്ന ബന്ധവും നമ്മൾ വ്യഭിചാരമായിട്ടല്ല കാണുന്നത്, അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് കാണുന്നത്. അത്രയും സ്ഥാനമുണ്ട് വിവാഹത്തിന്. മനസ്സിലായില്ലേ? അവരുടെ ദീനനുസരിച്ചിട്ട് ഒരു വിവാഹം കഴിച്ചാൽ, ഒരു ഇസ്ലാമിക ഭരണമുള്ള നാടാന്ന് കൂട്ടിക്കോ, അവിടുത്തെ അമുസ്ലിങ്ങളായ ഭാര്യയും ഭർത്താവിനെയും മുസ്ലിങ്ങൾ എങ്ങനെ കാണുന്നു? ഭാര്യ ഭർത്താവായിട്ടാണ്. നിങ്ങൾ വ്യഭിചാരാണെന്ന് പറയില്ല. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് വിവാഹം. അത് സമൂഹത്തെ നശിപ്പിച്ചു കളയും. അതിന് വിപരീതമായ വ്യഭിചാരം, വിവാഹം അത് വൈകിപ്പിച്ചോ അത് നയിക്കുന്നത് വ്യഭിചാരത്തിലേക്കാണ്, സമൂഹത്തെ ഫസാദിലേക്കാണ് നയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്. ബാഅത്ത് എത്തിയവർ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷി എത്തിയവർ, അല്ലാതെ വലിയ പൈസക്കാരനായാലും വിവാഹം ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഓന് പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ശമ്പളം കിട്ടിയാലേ വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒരിക്കലുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുവായ ഒരു മനുഷ്യന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നൊരു സ്ത്രീ പറഞ്ഞു, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, നബി എന്നെ വിവാഹം ചെയ്യണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പെണ്ണ് വന്ന് എന്നെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ
അവളെ നബിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നബിക്ക് നേരെ വിവാഹം ചെയ്യാം, വലിയന്റെ ആവശ്യമില്ല. കാരണം എന്താ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുഅ്മിനുകളുടെ ഏറ്റവും അടുത്ത വലി. അതിനേക്കാളും അടുത്തൊരു വലി മുഅ്മിനുകൾക്ക് വേറില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വലിയന്റെ ആവശ്യമില്ല. ഒരു പെണ്ണിന്റെ വലിയ ഇല്ലാത്ത നിക്കാഹില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, വലിയില്ലാത്ത നിക്കാഹ് ബാത്തിലാണ്. വലിയില്ലാത്ത നിക്കാഹ് അത് നിക്കാഹല്ല. പെണ്ണിന്റെ വലിയ വേണം നിക്കാഹ് ചെയ്തു കൊടുക്കാൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിക്ക് വലിയന്റെ ആവശ്യമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ പെണ്ണ് വന്ന് എന്നെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി നോക്കി. പക്ഷെ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. സദസ്സിലുണ്ടായിരുന്ന ഒരു സാധുവായ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, എനിക്ക് വിവാഹം ചെയ്തു തന്നാലും നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവള് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അവൾക്ക് സമ്മതമാണെന്നാണ് അതിന് മനസ്സിലാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് നീ മഹർ കൊടുക്കാനുള്ളത്? ഇപ്പൊ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. വീട്ടിൽ പോയി നോക്ക്. വീട്ടിൽ പോയി നോക്കി, ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ ഖാതമൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരം എങ്കിലും ഉണ്ടോ നോക്ക്. ഇരുമ്പിന്റെ ഒരു മോതിരം. അദ്ദേഹം പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, നബി അതുമില്ല, അത്രയും സാധുവാണ്, മിസ്കീനാണ്. നബി സല്ലല്ലാഹു എന്നിട്ട് പറഞ്ഞു, നബി എൻ്റെ അടുത്തുള്ള വസ്ത്രം ഉണ്ടല്ലോ, എൻ്റെ വസ്ത്രങ്ങളിൽ ഒന്ന് ശരീരത്തിൽ ധരിച്ചിട്ടുള്ളത് അത് ഞാൻ കൊടുക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കൊടുത്തിട്ട് എന്താ കാര്യം? ഓളിട്ടാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നീ ഇട്ടാൽ അവൾക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതിരുന്നു. അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞുപോയി, ഇദ്ദേഹം നടന്നുപോയി. അയാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ എൻ്റെ കയ്യിൽ ഖുർആൻ എന്താ ഉള്ളത്? അപ്പോൾ എനിക്ക് ഇന്ന സൂറത്തുകളൊക്കെ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ കയ്യിലുള്ള ഖുർആന്റെ പകരമായി. എന്താണ്? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക വിവാഹശേഷം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരായത്ത് തലക്കെട്ടായി കൊടുത്തിട്ടാണ്. എന്താണ് ഖുർആനിലെ ആയത്ത്? യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾ അവരെ വിവാഹം ചെയ്യിപ്പിച്ചയക്കുക, നിങ്ങളുടെ പുരുഷന്മാരെ സ്ത്രീകളൊക്കെ വിവാഹം ചെയ്യിപ്പിക്കുക. അവർ ദരിദ്രരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് സമ്പന്നത നൽകും. അള്ളാഹുവാണ് തരുന്നത്. അള്ളാഹു വിവാഹത്തെ കുറിച്ച് പറഞ്ഞ സൂറത്തു നിസായിലെ തുടക്കത്തിലെ ആയത്തിന്റെ അവസാനം എന്താ? ദാലിക അദ്നാ അല്ലാ തഊലു, നിങ്ങൾ ദരിദ്രരാകാതിരിക്കാൻ അതാ നല്ലത് എന്നാണ്. എന്ത്? വിവാഹം ചെയ്യൽ. വിവാഹം ചെയ്യലാണ് നിങ്ങൾ ദരിദ്രരാകാതിരിക്കാൻ നല്ലത്. അള്ളാഹുവാണ് റിസ്ക് എടുത്തിട്ടുള്ളത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജന്തുവില്ല അള്ളാഹു റിസ്ക് ഏറ്റെടുക്കാതെ. അതുകൊണ്ട് പല ആളുകളും ഇത് മുടക്കുന്നത് മുതിർന്ന ആളുകളാണ്. ഉമ്മയും പല മാതാപിതാക്കളാണ് ഇതിന്റെ കുറ്റക്കാർ. ഒരു ചെറുപ്പക്കാർ വിവാഹം ചെയ്യാൻ സമ്മതിക്കൂല. എല്ലാ പെങ്ങന്മാരെ ഭാര്യ ഇവന്റെ തലയിലാണ്. അവരൊക്കെ കഴിഞ്ഞാലേ ഓന് പെണ്ണിട്ടാൻ പറ്റുള്ളൂ. ഇവരെ ദീന് ഈ മാതാപിതാക്കൾക്ക് യാതൊരു വിലയില്ലേ. ദുനിയാവ് മാത്രം മതിയോ? മോൻ കൊണ്ടുവരുന്ന പൈസ മാത്രം മതിയോ? പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞാൽ മാത്രം മതിയോ? മോനെ ദീന് വേണ്ടേ? ഇതിന്റെ പാപം ഈ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. ഇതിൽ ഹിമാലയ നടത്തുന്ന ഇതിൽ അലംഭാവം കാണിക്കുന്ന ഉപ്പയമ്മയും മുതിർന്നവർ ഇത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മുതിർന്നവരാണ് അതിന് ചെറുപ്പക്കാരെ സഹായിക്കേണ്ടത് വേഗം വിവാഹം ചെയ്യാൻ. ചെറുപ്പക്കാരെ അതിന് ബോധമുള്ളവരായിരിക്കണം. ചിലർക്ക് ഒരു കഥ ഉണ്ടാവില്ല, ഇങ്ങനെ നടക്കും. 30, 28, 30 ഒക്കെ വയസ്സായാലും ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ചില ഹറാമായ മാർഗങ്ങളുണ്ടാവും ഒരാഗ്രഹങ്ങൾ തീർക്കാൻ. അങ്ങനത്തെ പിന്നെ കല്യാണം തന്നെ വേണ്ടല്ലോ. മരിക്കുന്നവരെ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാമല്ലോ, അവരുടെ പൂജയൊക്കെ തീർത്തിട്ട് ഹറാമായ മാർഗത്തിലൂടെ. അല്ലാഹു ചോദ്യം ചെയ്യും നമ്മളെ. അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും അസ്ലമായ ഏറ്റവും നല്ല മാർഗം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ഹലാലായ മാർഗം. അതാണ് വിവാഹം. അത് മുതിർന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ആൺകുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് വളരെ വേഗം അവരെ വിവാഹം കഴിപ്പിച്ചേക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് നൽകും. ഒരു പണിയില്ലാതായിക്കോട്ടെ, ഒരു ജോലിയും ഇല്ലെങ്കിലും ശരി, അവന് വിവാഹം കഴിപ്പിക്കുക. അവൻ സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ആളായി മാറും. അള്ളാഹു അവന് ഫദ്ൽ നൽകും. അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന് അവന് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തന്റെ ഇഫ്ഫത്ത് സംരക്ഷിക്കാൻ, തന്റെ എന്താണ് ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക വിശുദ്ധി, അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ വിവാഹം ചെയ്താൽ അള്ളാഹു അവനെ സഹായിക്കുമെന്ന് ഏറ്റിരിക്കുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുമെന്ന് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുതലാളി
കുറെ അറിയപ്പെട്ട ഏതെങ്കിലും മുതലാളി നമ്മളോട് വന്ന് നമ്മളെ കുട്ടികൾ ആരോടെങ്കിലും ആ മക്കളിൽ ആരോടെങ്കിലും വന്ന് പറയാൻ നീ കല്യാണം കഴിച്ചോ, എന്ത് ചെലവ് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്നൊരാൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും വേഗം അയാൾ പറഞ്ഞ പോലെ ചെയ്യും. എല്ലാ ഖസാനയുടെയും എല്ലാ ഖജനാവിന്റെയും റബ്ബായ അള്ളാഹുവാണ്, അവന്റെ വാഗ്ദാനമാണ്. അള്ളാഹു ആകട്ടെ അവന്റെ വാഗ്ദാനം തെറ്റിക്കുകയില്ല. അപ്പോ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു പോകാൻ വഴി കാണിച്ചു കൊടുക്കും. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു റിസ്ക് കൊടുക്കും. അള്ളാഹുൽ തവക്കുലാക്കി അവൻ അള്ളാഹു മതി. ഇത് പൊതുവെ ഇത് മനസ്സിലാക്കേണ്ട അധികവും മാതാപിതാക്കളും മുതിർന്നവരുമാണ്. നമ്മളെ ഒക്കെ വീട്ടിൽ നമ്മളൊക്കെ പരിചയത്തിലുള്ള ആൺകുട്ടികൾ അവരെ വേഗം വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. വെറുതെ വായോട് പറഞ്ഞാൽ മാത്രം പോലെ അവരെ സഹായിക്കണം. അവര് സഹായിക്കപ്പെടാൻ അർഹരാണെങ്കിൽ പൈസ ഇല്ലെങ്കിൽ അവരെ സഹായിക്കണം. വിവാഹത്തിനും ശേഷമുള്ള അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളധികം സഹായിക്കേണ്ടി വരില്ല. ബാക്കി അള്ളാഹു അവരെ സഹായിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കും. ഏറ്റവും ഖൈറായ കാര്യത്തിനാണ് നമ്മൾ അവരെ സഹായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ദുനിയാവിലെ ഒരു പ്രയാസത്തിൽ ഒരാളെ സഹായിച്ചാൽ അള്ളാഹു ഇവനെ പരലോകത്തെ പ്രയാസത്തിൽ സഹായിക്കും. വല്ലാഹു ഫി ഔനി അൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി. അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും അവൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. അപ്പോൾ ഏറ്റവും മുന്തിയ സഹായമാണ് ഇത്. ദീനും അവന്റെ അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി വിവാഹത്തിന് ഒരാളെ സഹായിക്കാന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെക്കാളും അതിന് അർഹരായിട്ടുള്ള ആൺകുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച്. കാരണം ജനങ്ങൾക്ക് ബോധമില്ലാത്തൊരു കാര്യമാണത്, ആളുകൾക്ക് ബോധമില്ലാത്തൊരു കാര്യം. എന്താണ് ഇവന്റെ കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ ഇവന് കഴിക്കാൻ പാടും. ഇത് ആരും പഠിപ്പിച്ച നിയമമാണ്? ഇത് അള്ളാന്റെ കിതാബിലുള്ളതാ? ആരാണ് അങ്ങനെ ഒരു ഷർത്ത് നമുക്ക് പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചില്ല. നമ്മൾ പ്രായം നോക്കുക, ആണായാലും പെണ്ണായാലും അങ്ങ് വേഗം 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 കല്യാണം കഴിപ്പിക്കുക. ഇപ്പൊ ചില കുട്ടികൾ ചിലപ്പോൾ ശാരീരിക വളർച്ച ചിലപ്പോൾ ഇളയതിനായിരിക്കും കൂടുതൽ, അതിനനുസരിച്ച് അവരുടെ ലൈംഗികമായ കാര്യങ്ങളും വളർന്നിട്ടുണ്ടാവും. അവർ വേഗം വിവാഹം കഴിപ്പിച്ചേക്കുക. അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണ് മുൻഗണനാക്രമം. അല്ലാതെ ആരോ പഠിപ്പിച്ച ഇവനേക്കാൾ എത്രയോ ഇളയ പങ്കന്മാരെ കാത്തിട്ട് ഇവൻ മൂത്ത് നമ്മൾ മൂക്കി പല്ലുകളൊക്കെന്ന് പറയുന്നില്ലേ എന്ന പ്രായം വരെ കാത്തിരിക്കുക. ആ സമയത്ത് ഇവൻ ഹറാമുകളിൽ പെട്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെൺകുട്ടികളുടെ രക്ഷിതാക്കളായ മാതാപിതാക്കളോട് പറഞ്ഞു, ദീനും ഖുലുഖും, അഥവാ ദീനും സ്വഭാവവും തൃപ്തിപ്പെടുന്ന, അതിൽ നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല, മോശം പേരൊന്നും ആരും പറയുന്നില്ല, അങ്ങനത്തെ ഒരു ചെക്കൻ നിങ്ങളുടെ മകളെ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കണം. ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ, ഇല്ലെങ്കിൽ വലിയ കുഴപ്പവും ഭൂമിയിൽ വലിയ ഫസാദും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര ഫസാദുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വേഗം വിവാഹം കഴിച്ചു കൊടുക്കാതെ പല വാശിയും അതുപോലെ ദുരഭിമാനവും ഒക്കെ നോക്കിയിട്ട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതെ എത്ര കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദീനു ഖുലുഖുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ പറഞ്ഞത്, അല്ലാതെ അനാവശ്യമായ കാര്യങ്ങളല്ല. പൈസ അള്ളാഹു കൊടുക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പണത്തിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് നമ്മൾ വേഗം വേഗം അത് ശ്രദ്ധിക്കണം. ആൺകുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ, പ്രായം ചെന്ന വീട്ടിലെ ആളുകൾ, കാരണന്മാർ, ഇവരൊക്കെയാണ് അവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ചില കുട്ടികൾക്ക് പറയാൻ മടിയുണ്ട്, അവരോട് അങ്ങോട്ട് ചോദിക്കണം. ഞാൻ പെണ്ണെട്ടിക്കോട്ടെ എന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കല്ലേ. നിങ്ങൾ വേഗം അവരെ കാര്യം നോക്ക്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് എല്ലാ ഖൈറിലേക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.